ഹായ്. ചില ഡേയ്സ് നമുക്ക് എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കാനുണ്ടാവും അല്ലേ? ജൂലൈ 7-ാം തീയതി അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ കോട്ടയത്ത് അമ്പലത്തിൽ പോയി. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കൽക്കി മൂവി കാണാൻ പോയി. അടിപൊളി മൂവിയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ പോയിട്ട് ആ ഫിലിം കാണണം. അത് കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കൂത്തുപറമ്പ് തന്നെയുള്ള ആല ബേക്കറി കയറി ഫലൂദ കുടിച്ചു. ഫലൂദ നല്ല ബോറായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കോട്ടയം പോയി മയിലിൻ്റെ കണ്ടപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്ത് വെച്ചതാണ്. രാത്രി കാണാൻ സർപ്രൈസായിട്ട് അപ്പവും ശരത്തും കൂടിയിട്ട് കേക്കും വാങ്ങിയിട്ട് വരുന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അമ്മ സർപ്രൈസ് ആയതിൻ്റെ കൂടെ തന്നെ ഞാനും സർപ്രൈസ് ആയിപ്പോയി. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല ഇവർ വരുന്നതിനെ പറ്റിയിട്ട്. ഞാൻ മേലെ നിന്ന് താഴെ ഇറങ്ങി വരുമ്പം ഇവരിതാ സ്കൂട്ടിയിൽ വന്ന് നിൽക്കുന്നു. ഞാനും സർപ്രൈസായി, അമ്മയും സർപ്രൈസായി. അമ്മയുടെ ബർത്ത്ഡേക്ക് ആദ്യമായിട്ട് ഇങ്ങനെ സർപ്രൈസായിട്ട് കേക്കൊക്കെ കിട്ടുന്നുണ്ടാവാം. ഞാനും കേക്ക് മുറിക്കുന്നതിനെ പറ്റിയിട്ടൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കേക്ക് വാങ്ങിക്കുന്നതിനെ പറ്റിയിട്ടും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ് അപ്പൂൻ്റെ അടുത്തും ശരത്തിൻ്റെ അടുത്തും. താങ്ക്ഫുള്ള് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഞാൻ താങ്ക് യു പറയേണ്ട ആവശ്യമില്ല. കാരണം അവർ എൻ്റെ ഫാമിലിയിലെ പാർട്ട് പോലെ തന്നെയാണ്. ആസ് ഹണി, അൻഷി അവരൊക്കെ ഉള്ള പോലെ തന്നെ ഇപ്പോൾ അപ്പവും ശരത്തും എൻ്റെ ഫാമിലി പാർട്ട് പോലെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. അമ്മയും ഞാനും ചന്ദ്രമാമനും അമ്മമ്മയും മാത്രമാണ് വീട്ടിൽ ആ ടൈമിലുണ്ടായിരുന്നത്. സുരമാമൻ എവിടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ശരത്തും അപ്പവും ഞങ്ങളെല്ലാവരും കൂടെ കേക്കൊക്കെ മുറിച്ചു. അപ്പം പിന്നെ ബാക്കിയുള്ള കുറേ പേരെ മിസ്സൊക്കെ ചെയ്തു. ഹണിയൊന്നും വന്നില്ലല്ലോ, അനീനെ കൂട്ടായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ അവളൊരു സ്ഥലത്തുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ സമയം സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ ലേറ്റായിട്ട് സുരമാമൻ വന്നത്. സുരമാമനും കേക്കൊക്കെ കൊടുത്തു. ആ ടൈമിൽ പൂച്ചയൊക്കെ കയറാൻ നോക്കി. ഞാൻ അവൻ്റെ അടുത്ത് അടിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഒരു ഹാപ്പി ഡേ ആയിരുന്നു. ചില ഡേയ്സ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുമല്ലോ. അങ്ങനെ അമ്മയുടെ ഈ ബർത്ത്ഡേ ഓർത്തിരിക്കുന്ന പോലെ തന്നെ ഞാനും അമ്മയുടെ ഈ ബർത്ത്ഡേ ഓർത്ത് വയ്ക്കും. കാരണം ഒരുപാട് മെമ്മറീസ് നമ്മൾ കൂട്ടി വയ്ക്കുന്നത് നല്ലതാണ്. നമ്മൾ വയസ്സായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ മെമ്മറീസൊക്കെ നമുക്ക് ഉണ്ടാവും, ഹാപ്പി മെമ്മറീസ്. അപ്പം